ആവിക്കൽ തോടിലെയും കോതിയിലെയും ഉൾപ്പെടെ ശുചിമുറി മാലിന്യ പ്ലാന്റുകളുടെ നിർമ്മാണത്തിനായി 336 കോടി രൂപ വകയിരുത്തി കോഴിക്കോട് കോർപ്പറേഷന്റെ ബജറ്റ്. സാഹിത്യ നഗരമായ കോഴിക്കോട് സാഹിത്യ ഇടനാഴി സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനം. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ബജറ്റ് പ്രസംഗത്തിൽ ഉന്നയിച്ചത്. കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദാണ് ബജറ്റ് അവതരിപ്പിച്ചത്. രൂക്ഷമായ തൊഴിലില്ലായ്മയിലേക്കും വിലക്കയറ്റത്തിലേക്കും രാജ്യത്തെ നയിക്കുന്ന സാമ്പത്തിക നയമാണ് കേന്ദ്ര സർക്കാരിൻ്റേതെന്ന് അദ്ദേഹം ബജറ്റ് പ്രസംഗത്തിൽ വിമർശിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെയും വിമർശനമുണ്ടായി. കോഴിക്കോട് കോർപ്പറേഷൻ്റെ പുതിയ ഓഫീസ് സമുച്ചയം നിർമ്മിക്കുന്നതിനായി പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് 1 കോടി രൂപ വകയിരുത്തി. ബേപ്പൂർ ബീച്ചിലും കസ്റ്റംസ് റോഡ്, കാളൂർ റോഡ്, ഭട്ട് റോഡ് എന്നിവിടങ്ങളിലും ഫുഡ് സ്ട്രീറ്റ് പദ്ധതിക്ക് തുടക്കം കുറിക്കും. ഏറെ വിവാദമായ ശുചിമുറി മാലിന്യ പ്ലാന്റ് നിർമ്മാണവുമായി മുന്നോട്ട് നീങ്ങും. ആവിക്കൽ തോട്, കോതി എന്നിവിടങ്ങളിലും കോർപ്പറേഷനിലെ മറ്റ് ഇടങ്ങളിലും ശുചിമുറി സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ 336 കോടി രൂപ വകയിരുത്തുന്നതായി ഡെപ്യൂട്ടി മേയർ അറിയിച്ചു. നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന വൃക്ക രോഗികളുടെ എണ്ണം കണക്കിലെടുത്ത് കോർപ്പറേഷൻ പുതിയ ഒരു ഡയാലിസിസ് കേന്ദ്രം ബജറ്റ് വർഷം ആരംഭിക്കുന്നു. അതുവരെ രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ ലഭ്യമാക്കും. ഇതിനായി 5 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. കോർപ്പറേഷൻ പരിധിയിലെ കിടപ്പ് രോഗികൾക്ക് ഉൾപ്പെടെ സഹായകരമാകുന്ന മൊബൈൽ ലാബുകൾ ഈ ബജറ്റ് വർഷം നടപ്പാക്കുന്നു. ഇതിനായി 25 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തുന്നു. സാഹിത്യ ഇടനാഴി സ്ഥാപിക്കുന്നതുൾപ്പെടെ സാഹിത്യ നഗരമായ കോഴിക്കോട് വിവിധ സാഹിത്യ അനുബന്ധ പദ്ധതികൾക്കായി 1 കോടി രൂപ വകയിരുത്തി. കോഴിക്കോടിനെ ഫെസ്റ്റിവൽ സിറ്റിയാക്കാനും തീരുമാനിച്ചു. കല്ലുത്താൻ കടവിലെ പുതിയ മാർക്കറ്റ് സംബന്ധിച്ചും ബജറ്റിൽ പരാമർശമുണ്ടായി. ഇന്നാണ് മേയർ ബീന ഫിലിപ്പിൻ്റെ അധ്യക്ഷതയിൽ ബജറ്റ് ചർച്ചയുടെ തുടർച്ച ഉണ്ടാവുക. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.